ഞാൻ നിങ്ങളോട് പലരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വായിക്കുകയും ചെയ്തു. അല്ല പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലെ ലീഡിങ് ഫുട്ബോൾ കോച്ചിലൊരാളാണ്. കോച്ചസിനെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. കേരളോർമ്മ കോളേജ് കേട്ടിട്ടുണ്ടോ? കേരളോർമ്മ കോളേജിൽ പ്രിൻസിപ്പലുമാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തതാണ്. പിന്നെ ഇനി കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ജോസഫ് സാറിനെ അറിയാം, ഷാജി സാറിനെ അറിയില്ലേ? ഷാജി സാറിൻ്റെ കൂടെ അവിടെ പഠിച്ചിട്ടുള്ള ആൾ. നാളെ കൊതുക് കടിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യം നേരം നിങ്ങളെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഉപേദ് രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറയുകയാണ്. പറയുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഗ്രൗണ്ടിൽ കാണിക്കുന്നതുകൊണ്ടാണ് കാര്യം. എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇവരൊക്കെ കുറേ കാര്യങ്ങൾ അവർ കളിക്കാരായിരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചേർത്തിട്ടാവും നിങ്ങളെ പിന്നെ നിങ്ങളുടെ കോച്ച് പറഞ്ഞു തരുന്നുണ്ടാവുക, പഠിപ്പിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ നവോദയ സ്കൂളിലെ പരിമിതികളുണ്ട്. കളിക്കാർ വരുന്നതിന് മറ്റുള്ള സ്കൂളുകൾക്ക് കളിക്കാരെ പുറത്തുനിന്ന് നോക്കിക്കണ്ട് റിക്രൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വരുന്ന കുട്ടികളിൽ നിന്ന് കളിക്കാരെ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടിയും ഒരുപക്ഷെ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു ഡിഫൻസീവ് ഓറിയൻറ്റഡ് ഗെയിമിലേക്ക് മാറുന്നതാവും നിങ്ങൾക്ക് നന്നാവുമെന്ന് എനിക്ക് തോന്നിയാൽ നിങ്ങളുടെ കളി കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഗോൾ വഴങ്ങാതെ നോക്കുക. ഏതെങ്കിലും പറ്റുന്നൊരവസരത്തിൽ ഒരു ഗോള് നേടാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകും. അങ്ങനെ ലോകത്തിലെ ഡിഫൻസീവ് ഓറിയൻറ്റഡായിട്ട് കളിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഒരുപാട് വലിയ വലിയ ടീമുകൾ, റിയൽ മാഡ്രിഡ് പോലെയുള്ള ടീമുകളൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏതാണ്ട് 10ഓളം ടീമുകൾ എല്ലാ കൊല്ലും അങ്ങനെ കളിക്കുന്നവരാണ്. കാരണം ബാക്കി 10-14 ടീമുകൾ അവരെക്കാട്ടിലും വളരെ മികച്ച ടീമുകളാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഗോൾ കൺസിഡർ ചെയ്യാൻ ചെയ്യും. അതിൻ്റെ തരം കിട്ടിയാൽ ഗോൾ സ്കോർ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞു തരുന്നുണ്ടാവും. പിന്നെ 4-5 കാര്യങ്ങളാണ് ഫുട്ബോളിലുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന്, നിങ്ങൾ ടീമിൻ്റെ ഷേപ്പൊക്കെ ഒരു കുറയ്ക്കത്തില്ലേ? ടീമിൻ്റെ ഷേപ്പിൽ എപ്പോഴും ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കളിക്കുക ടീം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടീം അറ്റാക്ക് ചെയ്യുമ്പോഴും ഡിഫെൻഡ് ചെയ്യുമ്പോഴും ഓരോ കളിക്കാരനും എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വേണം. അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഓരോ കളിക്കാരൻ്റെ ഉത്തരവാദിത്തങ്ങൾ അറിഞ്ഞു ആ ഉത്തരവാദിത്തങ്ങൾ ഓരോ കളിക്കാരനെ മറിഞ്ഞ് ഗ്രൗണ്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ടീമുകൾക്ക് ജയിക്കാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. സെറ്റ് പീസസ് നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചാൻസാണ്. കോർണർ കിക്കുകളും പിന്നെ ത്രോ ഇന്നുകളും ഫ്രീ കിക്കുകളും എല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അധികം നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കളിക്കാൻ. ശാസ്ത്രീയമായിട്ട് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ്, പഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഗ്രൗണ്ടിലേക്ക് ഇറക്കിയത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എത്ര ദിവസമുണ്ട്? കുറച്ച് ദിവസമുണ്ട്. ഒരാഴ്ച കൂടുതലുണ്ട്. വർക്ക് ചെയ്യുക, നല്ലപോലെ കളിക്കുക. റിസൾട്ടൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ഇതിനേക്കാൾ ബെറ്ററായിട്ട് നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ പെർഫോം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ചോദ്യം. നിങ്ങൾ കളി ജയിച്ചോ തോറ്റോ എന്നുള്ളതൊന്നും ഈ പ്രായത്തിലൊന്നും വിഷയമല്ല. വിഷയം എന്താ? നിങ്ങൾ ഇവിടെ കളിച്ചേക്കാട്ടിലും അടുത്ത ലെവലിൽ കളിച്ചോ? ഓരോ ദിവസവും കളി കഴിഞ്ഞ് ഞാൻ കയറി പോരുന്ന സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റാവുന്ന മാക്സിമം എൻ്റെ ടീമിന് ഞാൻ കൊടുത്തു. ഇതാണ് കാര്യം. റൈറ്റ്. സോ ഓൾ ദ ബെസ്റ്റ്. വെരി ഹാപ്പി. കാരണം സാറിൻ്റെ റിട്ടയർമെൻറ്റ് ഏജിൽ ഇയറിൽ നിങ്ങളിവിടെ പിന്നെ സാറിന് കപ്പ് കൊടുത്ത് സാറിനെ സന്തോഷവാനാക്കി യാത്രയാക്കുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. 33 വർഷം ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്ക് ചെയ്യാൻ എളുപ്പമല്ല. ഓക്കെ, വെൽ ഡൺ. Congratulations. Keep it up. Keep going. Right?